ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ MTSനെ പറ്റിയൊരു ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ വ്യൂസ് ഉണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഈ MTSൻ്റെ സിലബസും അല്ലെങ്കിൽ എലിജിബിലിറ്റിയും പറയാനാണ്. അപ്പോൾ SSC മെയിനായിട്ട് 3 എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. വേറെ കുറേ എക്സാം ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് 3 എക്സാമാണ്: MTS, CHSL, CGL. അപ്പോൾ MTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th ക്വാളിഫിക്കേഷനാണ്. CHSൽ +2ഉം CGL ഡിഗ്രിയുമാണ്. അപ്പോൾ MTSൻ്റെ സിലബസ് പറയാം എന്ന് പറഞ്ഞാൽ 3 സബ്ജക്റ്റാണ് ഉള്ളത്. മറ്റതുപോലെ തന്നെ ഇംഗ്ലീഷ്, ജനറൽ റീസണിങ്, മാത്സ്, അതുപോലെ ജനറൽ അവയർനെസ്, ഇങ്ങനെ 4 സബ്ജക്റ്റാണ് വരുന്നത്. പക്ഷേ CHSലും CGLും എന്ന് പറഞ്ഞാൽ 4നും ഒരേ പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. 4ഉം 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിനും ജനറൽ അവയർനെസ്സിനുമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ റീസണിങ്ങും മാത്സിനും നമുക്കൊരു കുറച്ച് മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് പാസ്സാവാം. സെക്ഷൻ 1ലാണ് റീസണിങ്ങും മാത്സും ഉള്ളത്. അപ്പോൾ സെക്ഷൻ 1ൽ ഒരു മിനിമം മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് സെക്ഷൻ 2ലോട്ട് കയറാം. അപ്പോൾ സെക്ഷൻ 2ലാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത്. സെക്ഷൻ 2ലാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന പോലെ ഇംഗ്ലീഷിന് വൊക്കാബുലറിയും ഗ്രാമറുമാണ് മെയിനായിട്ട് വരുന്നത്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ സിനണിംസ്, ആൻറ്റണിംസ്, പിന്നെ ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ. മറ്റത് ഗ്രാമർ. അപ്പം ഞാൻ ഇതിനകത്തൂടെ മെയിനായിട്ട് പറയുന്നത് ഈ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സുമാണ്. കാരണം അതിനാണ് ഈ MTS എക്സാമിന് പ്രയോറിറ്റി കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ജനറൽ റീസണിങ്ങിൽ മാത്സിലും കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്താൽ തന്നെ നമുക്ക് ആ പാസിംഗ് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ മാത്സിൻ്റെ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും ടോപ്പിക്സാണ് മാത്സിന് വരുന്നത്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാറ്റിക് GK വരും, കറണ്ട് അഫെയേഴ്സ് വരും. അതിലെ മെയിനായിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജനറൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ പൊളിറ്റി, ഇത്രയും സബ്ജക്റ്റാണ്. ഏകദേശം ഇത്രയാണ് വരുന്നത്. ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ സ്റ്റാറ്റിക് GKയും വരും, കറണ്ട് അഫെയേഴ്സും വരും. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, ഡാൻസ്, ബുക്സ്, നാഷണൽ അവാർഡ്സ്, ഇതെല്ലാം ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ആകെ 2 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഡെയിലി ഒരു 20 PYQs, പിനാക്കളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 20 PYQസും ചെയ്യാം. അതുപോലെ തന്നെ വൊക്കാബ് ഒരു ഡെയിലി ഒരു 30 ബ്ലാക്ക് ബുക്കിൽ നിന്ന് ഒരു 30 വൊക്കാബും നമുക്ക് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരു മാത്സിൻ്റെ ഒരു ടോപ്പിക്കും റീസണിങ്ങിൻ്റെ ഒരു ടോപ്പിക്കും പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ഇംഗ്ലീഷിൽ തന്നെ ഓരോ സബ്ജക്റ്റിനും പ്രയോറിറ്റി ഉണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതനുസരിച്ച്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ലോജിക്കൽ റീസണിങ്ങിലും ഏകദേശം കുറേ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് ഉണ്ട്. അതാണ് നമുക്ക് അതിൻ്റെ നോട്ട്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രിൻ്റഡ് നോട്ട്സും എല്ലാം ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ. അപ്പം എല്ലാവരും നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാം. പിനാക്കൾ വാങ്ങിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ബ്ലാക്ക് ബുക്ക് വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് മാത്സിൻ്റെയും ജനറൽ നോളജിൻ്റെയും ഈ പ്രയോറിറ്റി ഉള്ള സബ്ജക്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചാൽ നമുക്ക് ഏകദേശം ഒരു സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് MTSന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ശ്രമിച്ചാലോ നമ്മുടെ MTSന് വേണ്ടിയിട്ട്. അടുത്തത് നമുക്കിതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അതായത് ഈ മാത്സ് സെക്ഷൻ 1ൽ മാത്സും റീസണിങ്ങുമാണ് വരുന്നത്. അതിനകത്ത് 2നും 20 ക്വസ്റ്റ്യൻസ് വെച്ചാണ് വരുന്നത്. അതിന് 3 മാർക്ക് വെച്ച് 60 മാർക്കാണ്. 2നും 60 മാർക്ക് വീതമാണ്. 45 മിനിറ്റുമാണ്. പക്ഷേ ഇതിനകത്തൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പം സെക്ഷൻ 2 ഇതിനകത്തൊരു പാസിംഗ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ 2ലോട്ട് കടക്കാം. സെക്ഷൻ 2ൽ വരുന്നത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷുമാണ്.
ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. രണ്ടിനും 25 ക്വസ്റ്റ്യൻസ്. മാർക്ക് 3 മാർക്ക് വെച്ച് 75 മാർക്ക് വെച്ചാണ്. ഇതിനും 45 മിനിറ്റ് തന്നെയാണ് ഇതിനും സമയം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇത് തെറ്റുന്നതനുസരിച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു സെക്ഷനാണ് ഇത്. ഇതാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ MTS എക്സാമിന് ഏജ് ഉണ്ട്. ഏജ് റെസ്ട്രിക്ഷനുണ്ട്. 25 വയസ്സാണ് ഏജ്.